മേടം രാശിക്കാർക്ക് ചിങ്ങമാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മേടം രാശിക്കാർക്ക് ഈ ചിങ്ങമാസം വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു നല്ല മാസമാണെന്ന് തന്നെ പറയാം. വ്യാഴഭഗവാൻ ചൊവ്വയുടെ കൂടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് നല്ല ഒരു യോഗഫലം കൊടുക്കുന്നതാണ്. അത് കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ച പണവരവ് ഉണ്ടാകും. കുടുംബത്തിൽ വാക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പാലിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്, വാഹനം, വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ, ആഭരണങ്ങൾ എന്നിങ്ങനെയുള്ളവയെല്ലാം വാങ്ങുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മാസത്തെ ചൊവ്വാമാറ്റം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. കോൺഫിഡൻസോടു കൂടി എടുക്കുന്ന പുതിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. അതുപോലെ തന്നെ മേടം രാശിക്കാരുടെ മക്കൾക്ക്, അതായത് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി എക്സാം എഴുതിയിരിക്കുന്ന മക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ നല്ല അനുകൂല സമയമാണ്. മക്കൾക്ക് വേണ്ടി ശുഭച്ചെലവുകൾ ഉണ്ടാകും. അത് പഠിപ്പിനായാലും കല്യാണത്തിനായാലും ജോലിക്കായാലും മക്കൾക്ക് വേണ്ടി ശുഭച്ചെലവുകൾ ചെയ്യേണ്ടതായി വരും. അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. 6ാം സ്ഥാനത്ത് കന്നി രാശിയിൽ കേതു നിൽക്കുന്നതിനാൽ നിങ്ങളുടെ കേസ്, വഴക്ക്, രോഗം പോലെയുള്ള ഇതുവരെ നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് സോൾവ് ആകും. അവിടെ ഈ മാസം അവസാനം ശുക്രൻ മറഞ്ഞാലും നിങ്ങൾക്ക് പണവരവിൽ ദോഷമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കടം വീട്ടുവാനുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകും. ജാതകദശാബുദ്ധി നല്ലതല്ലാതെ ഇരിക്കുന്നവർക്ക് മാത്രം കുറച്ച് സഹോദരങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക. നിങ്ങളുടെ ലാഭാധിപതി ശനി ഭഗവാൻ വക്രമടയുന്നതിനാൽ പലതരത്തിലും പലർക്കും മാറ്റങ്ങളെല്ലാം ഉണ്ടാകുമെങ്കിലും അത് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. അതുപോലെ തന്നെ ജോലിയിലും താമസിക്കുന്ന സ്ഥലത്തും നിങ്ങൾക്ക് മാറ്റങ്ങൾ, ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നിങ്ങൾക്ക് നല്ലതായി തന്നെ മാറും. ശനിയുടെ വക്രഗതി നിങ്ങളുടെ തൊഴിൽ, വ്യാപാരം എന്നിവയെ വലുതായൊന്നും ബാധിക്കുകയില്ല. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇത് നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ എടുക്കുകയാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കുവാനോ ദൂരദേശത്ത് പോയി പഠിക്കുവാനോ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് നല്ല സമയമാണ്. എന്നാൽ ബുധൻ വക്രഗതി അടയുന്നതിനാൽ ചില വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ തടസ്സം ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക. കാരണം വിദ്യാഭ്യാസ തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യുവാൻ പറ്റിയെന്ന് വരികയില്ല. അതുകൊണ്ട് ചില വിദ്യാർത്ഥികൾ ജാതകദശാബുദ്ധി കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മാസം ജീവിത പങ്കാളിയുമായി വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകും. ജീവിത പങ്കാളി വഴിയും അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്ണർ വഴിയും സുഹൃത്തുക്കൾ വഴിയും നിങ്ങൾക്ക് സഹായവും ആനുകൂല്യങ്ങളും ഉണ്ടാകും. മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ഇത് വളരെ നല്ല സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ വരുമാനം വരും നിങ്ങൾക്ക്. അതുപോലെ തന്നെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കാത്തിരിക്കുന്ന മീഡിയ ഫീൽഡിലുള്ളവർക്കും നിങ്ങൾ പ്രതീക്ഷിച്ച പണവരവ് ലഭിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിലുള്ളവർക്കും ഉദ്യോഗ കയറ്റവും ശമ്പള വർധനവും എല്ലാം ഉണ്ടാകും. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനമാറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഫേസ് ചെയ്യേണ്ടതായി വരും. എന്നാലും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളെല്ലാം അതിലുണ്ടാവുകയില്ല. പിന്നെ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ, അതായത് വക്കീൽ, ഇടനിലക്കാർ, ടീച്ചർ, ന്യൂസ് റീഡർ, ജ്യോത്സ്യർ ഇങ്ങനെയുള്ളവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും. കരാർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മാസമാണ്. ചിലർക്ക് ജോലി സംബന്ധപ്പെട്ടും വ്യാപാരം, തൊഴിൽ സംബന്ധപ്പെട്ടും ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നാലും അതിൽ ചില യാത്രാക്ലേശങ്ങൾ അനുഭവിക്കുമെന്നല്ലാതെ നഷ്ടമൊന്നും ഉണ്ടാവുകയില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച പണവരവ് അതിലുണ്ടാകും. ഇനി ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങളും പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് കുറയും, അതല്ലാതെ മാറിക്കിട്ടും. രോഗാവസ്ഥയിലുള്ളവർക്ക് പുതിയ ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആരോഗ്യനില മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. പിതാവ് വഴിയും പിതാവിൻ്റെ സ്ഥാനത്തുള്ളവർ വഴിയും പണവരവും സഹായവും ആനുകൂല്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കുമെല്ലാം ഈ മാസം അനുകൂലമായ മാസമാണ്. പുതിയ വീട് പണിയുന്നവർക്കെല്ലാം കാര്യതടസ്സങ്ങളില്ലാതെ എല്ലാം നല്ല രീതിയിൽ നടക്കും.
അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായ സമയമാണ്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ മേടം രാശിക്കാർക്ക് 80% വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മാസമാണ്. ചിലർക്ക് ജാതകദശാബുദ്ധി നല്ലതല്ലെങ്കിൽ മാത്രം സഹോദരങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് വഴിയിൽ നിൽക്കാതെയും ശ്രദ്ധിച്ചാൽ മൊത്തം മേടം രാശിക്കാർക്ക് വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകുമെന്ന് പറയാം. സെപ്റ്റംബർ 10, 11 അശ്വതി നക്ഷത്രക്കാരും സെപ്റ്റംബർ 11, 12 ഭരണി നക്ഷത്രക്കാരും സെപ്റ്റംബർ 12, 13 കാർത്തിക നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക. ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക. മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക. അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക. കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക. പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക. ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. മനസ്സമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നിങ്ങളുടെ ഭാഗ്യദിക്ക് വടക്കും ഭാഗ്യ നമ്പർ 5ഉം ഭാഗ്യ നിറം ചാമ്പൽ നിറവുമാണ്. അശ്വതി നക്ഷത്രക്കാർ ഈ മാസം മഹാവിഷ്ണുവിനെയോ കൃഷ്ണക്ഷേത്രത്തിലോ തൊഴുതു വരുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കും. കാർത്തിക നക്ഷത്രക്കാർ ഏതെങ്കിലും മുരുകൻ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ചിങ്ങമാസം മേടം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു.